ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് ഗ്രീറ്റ് ചെയ്യുന്നില്ല. മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. മലയാളി കൗൺസിൽ മറ്റ് സംഘടനകളെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻ്റ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഞാനതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആദ്യം അതേപ്പറ്റി കുറച്ചുകൂടെ ആഴമായിട്ട് പഠിക്കുക എന്നുള്ളത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ മെസ്സേജ് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മെയ് മാസം മുഴുവൻ ഞാൻ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ഈസ്റ്റേൺ കൺട്രികളിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കണക്റ്റിംഗ് ദ മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ബിക്കോസ് അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ലിമിറ്റ് ചെയ്തതാണ്. പക്ഷേ മലയാളി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഞാൻ ഡീറ്റെയിലിൽ പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ലല്ലോ. മലയാളി കൗൺസിലിന് ഒരു സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറം ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് UK-യിലുള്ള ഡോക്ടർ സോജി അലക്സ് ആണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് റിട്ടയറിംഗ് മലയാളി കമ്മ്യൂണിറ്റി, ഇപ്പോൾ 70s ഇവിടെ വന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരും, അവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് ജീവിതം അമേരിക്കയിൽ വേണോ നാട്ടിൽ വേണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു കാലമാണ്. ഒരുപാട് ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിന്. അതായത് ചാരിറ്റബിൾ അല്ല, ദേ ആർ പീപ്പിൾ ഹു ഏൺ മണി. ഈ ചാരിറ്റി ബേസ്ഡ് ആളുകളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിയാണ്. നമ്മുടെ നാട്ടിലെ ബേസിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം NGOs ചാരിറ്റി ആയിട്ട് കൊണ്ടുവരണം, ഗവൺമെന്റിന് അടിച്ചു മാറ്റി തുടങ്ങി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്നുള്ള ഒരു തോന്നലുണ്ടാകണം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ആ വിഷയത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഫോർ ദ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ, what we proposed to do was to set up independent living facilities, assisted care living facilities in and around Alva, Pagaman, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഗവൺമെന്റ് കൗൺസിൽ ആഗ്രഹിക്കുന്നത്. അതിന് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ ഒരു ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ടു ഡു വിത്ത് ചാരിറ്റി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അത് നിർദ്ധനരായിട്ടുള്ള അല്ലെ അതിന് അങ്ങനെയുള്ള ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് ചെയ്യാൻ നമുക്ക് ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഇവിടെ നിർദ്ധനാണെങ്കിൽ, 60-70 വയസ്സുള്ള ഒരാൾ നിർദ്ധനാണെങ്കിൽ അത് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ കാണാറുള്ളത്. എവരി ചൈൽഡ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് എവരി എൽഡർലി ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. അങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ രമേശ് ചെന്നിത്തല പോലുള്ളവർ ആ ആശയങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് എൻഫോഴ്സ് നല്ലതായിരുന്നു. അതിൻ്റെ ഫൈനാൻസസ് കാര്യങ്ങളുമാണ് പലപ്പോഴും പ്രശ്നം, ബജറ്റുകൾ. ആ ഫൈനാൻഷ്യൽ സംവിധാനം അങ്ങനെ റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല. ബട്ട് എനിവേ, സമയം ചുരുക്കുമ്പോൾ ഞാൻ നീട്ടുന്നില്ല. എൽഡർലി വെൽഫെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരാളിൻ്റെ ജീവിത സായാഹ്നങ്ങളിൽ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവരെ ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിത സഹായം ചെലവാക്കാൻ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൗൺസിൽ, ഫോമ അങ്ങനെയുള്ള മറ്റ് സംഘടനകൾ മുന്നോട്ട് വരികയും നമുക്ക്
അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിന് നിങ്ങളുടെയൊക്കെ തോട്ട് പ്രോസസ്സ് ബേസിക്കലി വേൾഡ് മെറിറ്റ് കൗൺസിൽ ഇസ് എ തോട്ട് ലീഡർഷിപ്പ്. അതൊരു വലിയ വാക്കാണ്, തോട്ട് ലീഡർഷിപ്പ്. ആ ഒരു രീതിയിൽ അതിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ തോട്ട് ലീഡർഷിപ്പ് എന്നത് ആവശ്യമായിരിക്കും. അപ്പോൾ അതിൽ പിന്നീട് അതിനുവേണ്ടി മാത്രമുള്ള സെമിനാറുകൾ നമുക്കതേപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പേര് വിടുകയാണ്. താങ്ക് യു വെരി മച്ച്. ഐ ഓൾസോ അപ്രീഷിയേറ്റ് ജെയിംസ് ആൻഡ് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.